അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്ന കേസിൽ ദിലീപിന് തിരിച്ചടി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഹർജിയിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി പറഞ്ഞു. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്? സനീഷ്, വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ ദിലീപിന് നേരിട്ടിരിക്കുന്നത്. കേസ് അടിയന്തരമായി സ്റ്റേ ചെയ്യണം, കേസിലെ അന്വേഷണം റദ്ദാക്കണം എന്ന ആവശ്യമാണ് ദിലീപ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് കേസിൽ അന്വേഷണം തുടരാം, അക്കാര്യത്തിൽ കോടതി ഇടപെടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം കേസിൽ വിശദമായ വാദം കേൾക്കാമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞ് കേസ് പരിഗണിക്കുന്നതിനായി മാറ്റിയിരുന്നു. നേരത്തെ ഗൗരവതരമായ കണ്ടെത്തലുകളാണ് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ഉള്ളത് എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ സംഘത്തിന് ഫോണുകൾ കൈമാറും മുമ്പ് മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ ദിലീപ് നശിപ്പിച്ചു കളഞ്ഞു എന്ന കണ്ടെത്തൽ നടത്തിയിരുന്നു. ഇത് മുംബൈയിലെ ഒരു ലാബിലെത്തിച്ചാണ് ഇത്തരമൊരു നശിപ്പിക്കൽ നടന്നത്. ഒപ്പം ഈ കോഴിക്കോട്ടു നിന്നുള്ള IT വിദഗ്ധനായ സായി ശങ്കർ എന്ന ആളെ ഉപയോഗിച്ച് ഈ കേസിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് B. രാമൻ പിള്ളയുടെ ഓഫീസിലെ വൈഫൈ ഉപയോഗിച്ചും ഈ ഫയലുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം മുൻ വീട്ടുജോലിക്കാരനായ ദാസന്റെ മൊഴി എന്നിവയടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ അന്വേഷണത്തിൽ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഫോറൻസിക് പരിശോധനയുടെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഈ തെളിവുകളൊന്നും തനിക്കെതിരല്ല, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് താൻ ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ല, തൻ്റെ സ്വകാര്യ വിവരങ്ങൾ മാത്രമാണ് ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും കോടതി പ്രാഥമികമായി ഈ ഘട്ടത്തിൽ മുഖവിലക്കെടുത്തില്ല. കേസ് അന്വേഷണം സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലേക്കാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ദിലീപിന് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് അഗർവാളാണ് കോടതിയിൽ ഹാജരാവുകയും ചെയ്തത്. സനീഷ്. ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. ദിലീപിന്റെ ഫോൺ രേഖകൾ നശിപ്പിച്ചു എന്ന അന്വേഷണ സംഘം കണ്ടെത്തിയ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ ഫ്ളാറ്റിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. കോഴിക്കോട്ടെ വീട്ടിലാണ് പരിശോധന. നാളെ 11 മണിക്ക് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സായി ശങ്കറിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്.